ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ അവരിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർത്തതിന് ശേഷം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് എടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദ എംപ്രസ്, ടെമ്പറൻസ്, Nine of Wands, Hanged Man, Magician, Four of Cups, Eight of Cups, Ace of Wands, Nine of Swords, Lovers, Ace of Cups, Two of Cups, Ace of Swords, Three of Wands, Queen of Cups, Page of Cups, Three of Cups, Page of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ എനർജി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അവരുടെ ആ ഒരു ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കാണുന്ന രീതികൾക്ക്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന രീതികൾക്ക് എല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഹാങ്ഡ് മാൻ ആണ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സ്റ്റക്നെസ് കാര്യങ്ങളൊക്കെ കറണ്ട് സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അകൽച്ച റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അകൽച്ച ഉണ്ടെങ്കിലും മിസ്സിംഗ് എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ആയിരിക്കുന്നത് വൈകാരികപരമായ ഒരു എനർജി തന്നെയാണ്. ലവേഴ്സ് എനർജി ആണെങ്കിലും ഏസ് ഓഫ് കപ്സ് ആണെങ്കിലും ടു ഓഫ് കപ്സ് ആണെങ്കിലും പേജ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ് എല്ലാം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ട്, അതായത് ഹൃദയം കൊണ്ടുള്ള ഒരു കണക്ഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സ്നേഹവും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവരതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാതെ മാറി നിന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തത നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം വേദനിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അവർക്ക് തന്നെ ഈ ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേദനാജനകമായ സിറ്റുവേഷനിൽ അവർ സ്വയം തന്നെ നീറുന്നുണ്ട്. അവരത് ചിലപ്പോൾ പുറമേ കാണിക്കുന്നുണ്ടാവില്ല. അവരത് ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഇവരായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളെ വേണ്ടാന്ന് വെച്ച് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ എങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ അതിലുള്ള ഒരു വേദനകൾ കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നൊരു ആഗ്രഹവും അവരിൽ തോന്നിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സ്റ്റാർ എനർജിയാണ്.
അപ്പൊ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാതെ മാറി നിന്നൊരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരില് ഒരു പ്രതീക്ഷയുണ്ട് ഇതിനെ വീണ്ടെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവര് തന്നെ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി ആ ഒരു പഴയ ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുവാണെങ്കിൽ ഇവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു അകൽച്ചയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ സ്വയം വേദനിക്കുന്നുണ്ട്, സ്വയം നീറുന്നുണ്ട്. അവർക്ക് സ്വയം മനസ്സിലാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ കീ എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കീ ഇട്ട് ഈ ഒരു ബന്ധത്തെ വീണ്ടും റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഒരു സന്തോഷകരമായ പരിസമാപ്തി ബന്ധത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കണക്ട് ആയിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന എംപ്രസ് എനർജിയാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവരിപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അവകാശപ്പെട്ടിട്ട് അവർ നിങ്ങൾക്ക് തരാതിരുന്ന പല പല കാര്യങ്ങൾ, സ്നേഹമായിരിക്കാം, സമയമായിരിക്കാം, കെയറിങ് ആയിരിക്കാം, സപ്പോർട്ട് ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അത് തരാനുള്ള ഒരു മനസ്സിലേക്ക് സ്വയം മാറുകയാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിലെ ഇപ്പൊ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്പാർക്ക് അവർക്ക് തോന്നുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ കൂടുതലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് വൈകാരികപരമായ എനർജിയാണ്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇമോഷണലി നിങ്ങളെ തൊട്ടറിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. മെന്റലി ആയിക്കൊള്ളട്ടെ, ഫിസിക്കലി ആയിക്കൊള്ളട്ടെ, അവർക്ക് ആത്മാർത്ഥതയോട് കൂടിയ ഒരു സ്നേഹം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ചുറ്റിനും ആരൊക്കെ സ്നേഹം കൊടുക്കാനുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നവരായിരിക്കാം. അവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം സ്നേഹത്തിന്റെ കാര്യത്തിൽ. പക്ഷെ അതൊന്നും അവരിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അവർക്ക് ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സുകള് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലാത്ത പല പല സന്തോഷങ്ങള് അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാവുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ചുറ്റിനും ഉണ്ടായിട്ടും ഇവര് കൂടുതലേ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഇവിടെ മാനിഫെസ്റ്റേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അത്രത്തോളം അവരുടെ എനർജിയിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ എനർജി അവരെ നിങ്ങളിലേക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഉള്ളിൽ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു പ്രണയം, വല്ലാത്തൊരു സ്പാർക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. ബന്ധത്തെ ഒന്ന് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് അവരിൽ വന്നിരിക്കുന്ന ചിന്താഗതികളിലെ വ്യത്യാസം, അല്ലെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിനെ ഇപ്പൊ നോക്കിക്കാണുന്ന രീതികൾ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കാണുന്ന രീതികൾക്കൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് തന്നെയാണ്. ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം എങ്ങനെയൊക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വിജയകരമായ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കൂടുതലായിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണവും ഉണ്ട്. കാരണം ഇവർ ഈ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പൊ ഒരു ഫീലിങ്സിലും അവരുടെ കാഴ്ചപ്പാടുകൾ ആയിക്കൊള്ളട്ടെ എല്ലാം മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു സ്പാർക്ക് അടിക്കണം. ആ ഒരു സ്പാർക്ക് അടിക്കാനായിട്ട് കാരണമായിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന 8 ഓഫ് കപ്സ് ആണ്. ഇവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു പൊള്ളലേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ജീവിതം എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ അവർക്ക് അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ആകാം. തീർത്തും ഒരു ഒറ്റപ്പെടലിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്നും അവർക്കൊരു പ്രകാശം വേണം, ജീവിതത്തിൽ ഒരു വെളിച്ചം വേണം എന്നുള്ളൊരു ആഗ്രഹവും, അതോടൊപ്പം ആ ആഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ ഓർമ്മകളും അവരിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു എനർജി അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് അവർ ഈ ഒരു സമയം വളരെയധികം വേദനയോടുകൂടി സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പകരം മറ്റാരെയും ആ ഒരു സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കരമായ ഒരു സ്ട്രോങ് ചീറ്റിംഗ് എനർജി അല്ല വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ചതിച്ച് വേദനിപ്പിച്ച് അങ്ങനെ പോയിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ല നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കണക്ട് ആയിരിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ നിന്ന് അകന്നു മാറി പോയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. മറ്റ് പല കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെ ഇവർ നിന്നപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ട്രസ്റ്റ് ഇഷ്യൂയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഇവർ തിരുത്താൻ ആ ഒരു സമയത്ത് തയ്യാറെടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ചിന്തകളും ആഗ്രഹവും കൊണ്ടിട്ട് വീണ്ടും കണക്ഷൻ ഒന്ന് നിലനിർത്തണം, പരസ്പരം ആ ഒരു സ്നേഹത്തെ ഒന്ന് കൈമാറണം, വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം. എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. സംസാരിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ ഒരു മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പരസ്പരം നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിലേക്ക് വരുമ്പോൾ മറ്റൊരു തടസ്സം ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു തടസ്സത്തെ പൂർണ്ണമായിട്ടും നീക്കിയതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പരസ്പര കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു രീതിയിലൂടെ വേണം ബന്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ. ഇവിടെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അവർക്ക് നല്ലൊരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് അവരായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനും എഫേർട്ട് എടുക്കാനും ഒക്കെ തയ്യാറാകുന്നത്. എല്ലാ രീതിയിലും ഒരു യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രക്ക് തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്ന പേഴ്സൺ ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ചിന്തകളിൽ ഇരിക്കുന്ന വ്യക്തിയല്ല. അവർക്കിവിടെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നുണ്ട്. പാസ്റ്റിലെ ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്തും വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് മനസ്സ് വരുന്നുണ്ട്. ഇവിടെ അവർ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നമുക്ക് കൂടുതലും കണക്ട് ആവുന്നത് അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരില് അതിശക്തമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള സ്പാർക്ക് എന്ന് പറയാൻ പറ്റില്ല. വളരെ ശക്തമായ ഒരു സ്പാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് മാനിഫെസ്റ്റേഷനോ ലോ ഓഫ് അട്രാക്ഷനോ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ. ഒരു പ്രോപ്പർ കോഴ്സ് എന്നുള്ളതിലൂടെ മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അതും അടിയുറച്ച വിശ്വാസത്തിലൂടെ ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വേണം എന്നുള്ള രീതിക്ക് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കുറച്ച് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. കാരണം ഇവർക്ക് അങ്ങനെ ഒരു സ്പാർക്ക് അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന വേദനകൾ മാത്രമല്ല ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ എനർജി ഇങ്ങനെ അതും ഒന്ന് രണ്ട് എനർജിയാണ് വന്നിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് അത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഴയകാല ഓർമ്മകൾ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത സമയം, ഇവർ ആദ്യമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്ന സമയം, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇവരെ പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഇവരായിരിക്കും നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്. ആ ഒരു മൊമെന്റ്സ് ആണ് ഇവർ വീണ്ടും ഓർക്കുന്നത്. അതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ എനർജി മാത്രമാണ് കണക്ട് ആയിരിക്കുന്നത്. ബാക്കി എല്ലാം വൈകാരികപരമായിട്ടാണ്. അപ്പൊ വീണ്ടും കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവരിപ്പോ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ ചിന്തയുടെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് അകൽച്ചയ്ക്ക് കാരണമായിരിക്കുന്ന ആ ഒരു സാഹചര്യം. പക്ഷെ എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആഗ്രഹത്തോടുകൂടി നിങ്ങളിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. അപ്പൊ അത്രത്തോളം ആഗ്രഹത്തോടു കൂടി തന്നെ ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്. കാരണം മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി അവർ വളരെയധികം ഒരു പെയിൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു എന്താ പറയാ
കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് പകുതി വെച്ചിട്ട് മുറിഞ്ഞു പോയൊരു ബന്ധമായിരിക്കാം. ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പകുതി വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് നിന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിവിടെ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കാരണം അവർക്ക് സ്വയം മനസ്സിലെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാണ്. അവരുടെ മനസ്സിൽ ഒരു സ്പാർക്ക് പോലെ നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ട് അത് വന്നും പോയി നിൽക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു എനർജി. അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളെ മാറ്റാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇമോഷണലി നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന അവരുടെ ഫീലിങ്സ്. അപ്പൊ ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇവർ ഇത്രത്തോളം നാള് ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതിരുന്നത്. അവർ ഒരുപാട് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോഴാണ് അവർക്ക് തോന്നിയത് ഇതാണ് ഒരു യൂണിവേഴ്സൽ ടൈം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് പെയിന് കാര്യങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ളത് നിങ്ങളുടെയും ഇവരുടെയും ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ജന്മത്തിന്റെ ഒരു ഫലം തന്നെ ആയിരിക്കാം. അകൽച്ചയിലൂടെ കൂടുതൽ അടുക്കുക, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം എത്രത്തോളം നിങ്ങൾ അകന്നു പോയി അതിനേക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിക്ക് തന്നെ നിങ്ങളോട് ഫീലിങ്സ് തോന്നുക എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് നിങ്ങളുമായിട്ടൊന്ന് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു തേർഡ് സിറ്റുവേഷന്റെ സാന്നിധ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പ്ലനേഷൻ നൽകുക. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇവര് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്സ് അതൊന്ന് ഏറ്റു പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെയും കൂടെ സമ്മതത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവന്ന് അതിനെ വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ജേർണി തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹിക്കുന്നത്. അതിന് ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ ഈ ഒരു പേഴ്സൺ ഇവിടെ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ ഇവരിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതിയിലെല്ലാം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അവർ സ്വയം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഈ ഒരു സമയത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നു, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിൽ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്താണ് ചോദിച്ചത് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ഇവരൊരു എടുത്തുചാട്ടമൊക്കെ കാണിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ അങ്ങനത്തെ ഒരു എനർജിയിലല്ല ഇവർ നിൽക്കുന്നത്. ഇവരിപ്പോ വളരെയധികം calm and quiet ആണ്. തീർത്തും ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എനർജി ഒക്കെ വളരെയധികം ഡ്രെയിൻ ഔട്ട് ആയി പോയിരിക്കുന്നു. അവർക്ക് ഇനിയും നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം കാണിച്ച് വഴക്കുണ്ടാക്കാനോ അതിനൊന്നും ഇവർ തയ്യാറല്ല. അവർ മൊത്തത്തിൽ വീക്കാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ മാറ്റണം എന്ന ആഗ്രഹമുള്ളവരാണ്. പ്രധാനമായിട്ടും നിങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളെ ചേർത്ത് നിർത്താതെ, നിങ്ങൾക്കൊരു സമയം തരാതെ, നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാതെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഹൃദയത്തിലെ സ്നേഹം നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഒന്ന് അവരുടെ ലൈഫിലേക്ക് ചേർത്ത് നിർത്തണം, അല്ലെങ്കിൽ അവരുടെ നെഞ്ചോട് ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഫ്യൂച്ചറിലേക്ക്
നിങ്ങൾ ഇവരുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് ഒരു റീബർത്ത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് ഇവർ തയ്യാറാണ്. ഇനിയും ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്നൊരു മെന്റാലിറ്റിയിൽ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കുന്ന എനർജിയാണിത്. എന്ത് വന്നാലും ഇത് തന്നെ വേണം എന്നുള്ളത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് മനസ്സ് മാറിയിരിക്കുന്നു. അപ്പൊ അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റാണ്. ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ശക്തമായിട്ടൊരു സ്പാർക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ അവരും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മാനിഫെസ്റ്റേഷന്റെ എനർജി കണക്ട് ആവുന്നുണ്ട്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങള് ഇപ്പൊ ചിലവര് കമന്റ് ചെയ്ത് പറയാറുണ്ട്, ഇന്നലെ എടുത്തിരിക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇന്നും എന്താ പറയുന്നത് എന്നുള്ളത്. നമുക്ക് സ്പ്രെഡിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഇന്നലെ കണ്ടു എന്നുണ്ടെങ്കിൽ ഇന്നും അതേ എനർജി വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് റീഡിങ് കാണുന്നവർക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഇന്നലെ റെസനേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നും അത് റെസനേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ആവില്ലെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടി, ഇന്നാണെങ്കിലും അത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും അതിങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങളിലേക്ക് കൂടി വരികയാണ്. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ബന്ധം മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ചിലർക്കെങ്കിലും കൂടുതലായിട്ട് അത് റെസനേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. കാരണം ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ 100% റീഡിംഗ് ഫുൾ ആയിട്ട് ഒരാൾക്ക് റെസനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ വെച്ചിട്ടല്ല നമ്മൾ റീഡിംഗ് എടുക്കുന്നത്, ജനറൽ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒത്തിരി പേരുടെ എനർജി അതിലേക്ക് വരും. അപ്പൊ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, ആർ എന്നൊരു ലെറ്റർ, വയനാട്, 37, 3 എന്നൊരു നമ്പർ, ഭരണി, 38, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, അശ്വതി, ആർ എന്നൊരു ലെറ്റർ, അശ്വതി അഗെയിൻ വന്നിട്ടുണ്ട്, സെപ്റ്റംബർ മന്ത്, വി എന്നൊരു ലെറ്റർ, 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 1986, ഏരീസ്, സോഡിയാക് സൈൻ ആണ്, രേവതി എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ക്ലൂസ് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക, റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.